ടോവിനോന്റെ ഐഡന്റിറ്റി എന്നുള്ള സിനിമ ഇപ്പോൾ OTT-യിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം പറയാനുണ്ട്, സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ പറയണമെന്ന് വിചാരിച്ചാണ്, പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചതാണ്. അത് എൻ്റെ തെറ്റ്. രണ്ട് രീതിയിൽ സിനിമ എടുക്കാം. ഒന്ന്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി പറയുന്ന ഒരു സിനിമ എടുക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റോറിനെ മാക്സിമം കോംപ്ലിക്കേറ്റഡ് ആക്കി ഇല്ലാതാക്കാം. ഈ രണ്ടാമത് പറഞ്ഞതാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. നല്ല കിടിലൻ കാസ്റ്റ്, വിഷ്വലി ഒരു രക്ഷയില്ല. ആ പ്ലെയിനിന്റെ അകത്ത് വെച്ചുള്ള ഫൈറ്റ് സീനൊക്കെ ഉണ്ടല്ലോ, ഏതോ ക്വാളിറ്റി. ഒരു മലയാള സിനിമ തന്നെയാണോ ഞാൻ കാണുന്നതെന്ന് വരെ ഞാൻ ചിന്തിച്ചു ആ ഒരു സീനിൽ. ഈ സിനിമ കണ്ടപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്, പണ്ടൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് 2012 ക്ലൗഡ് അറ്റ്ലസ് എന്നാണ് അതിന്റെ പേര്. അതൊരു ബുക്കിനെ അഡാപ്റ്റ് ചെയ്തതാണ്. ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. അപ്പൊ അതിനെ അഡാപ്റ്റ് ചെയ്തപ്പോൾ ഭയങ്കര കാസ്റ്റ് ഒക്കെ ഉള്ളതുപോലെ വലിയ സിനിമയായിരുന്നു. പക്ഷെ ആർക്കും ഒന്നും മനസ്സിലായില്ല. എന്തൊക്കെയോ ആണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. ഡയറക്ടേഴ്സ് ഒക്കെ ഭയങ്കര ആൾക്കാരാണ്, മാട്രിക്സ് ഒക്കെ എടുത്ത ആൾക്കാരാണ്. അവരെ കൊണ്ട് പോലും അത് നടന്നിട്ടില്ല. എന്ന് വിചാരിച്ച് കോംപ്ലിക്കേറ്റഡ് സ്റ്റോറി ഉള്ള സിനിമകൾ എടുക്കരുത് എന്നല്ല. ഒരു സിനിമനെ ഒരു സിമ്പിൾ സ്റ്റോറി ആക്കാവുന്ന സിനിമനെ ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ വേണ്ടി ആക്കരുത്. അങ്ങനെ ആക്കിയ ഈ ഐഡന്റിറ്റി പോലെ ആയി പോവും. അത്ര എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് ആ സിനിമ കണ്ടപ്പോൾ എന്താ തോന്നിയത്? കമന്റ് ചെയ്യൂ.